സംസ്ഥാനത്ത് വ്യാപക ലഹരിവേട്ട തുടരുന്നു. കാസർഗോഡും കോഴിക്കോടും കൊച്ചിയിലും ഇന്നും MDMA പിടികൂടി. മഞ്ചേശ്വരത്ത് നിന്ന് 4 കിലോ കഞ്ചാവും പിടിച്ചെടുത്തു. പാലക്കാട് കൊല്ലംകോട്ട കഞ്ചാവ് കടത്താൻ സമ്മതിക്കാത്ത ഓട്ടോ ഡ്രൈവറെ ക്രൂരമായി മർദ്ദിച്ച 3 പേരെ പോലീസ് അറസ്റ്റ് ചെയ്തു. അതിനിടെ ഒമാനിൽ നിന്നുള്ള ലഹരിക്കടത്ത് കേസിൽ അന്വേഷണത്തിന് കേന്ദ്ര ഏജൻസികളും എത്തി. ലഹരിവേട്ട 5 ദിവസത്തിലെത്തി നിൽക്കെ സംസ്ഥാനത്ത് എക്സൈസ് രജിസ്റ്റർ ചെയ്തത് 360 കേസുകൾ, 368 അറസ്റ്റും. മെത്താഫെറ്റമിനും ഹാഷിഷും കഞ്ചാവുമടക്കം വിപണിയിൽ ലഭ്യമാകുന്ന എല്ലാ ലഹരികളും കേരളത്തിൽ സുലഭമാണ് എന്ന് ഈ കണക്കുകൾ വ്യക്തമാക്കുന്നു. 14 ദിവസം കൊണ്ട് പോലീസ് രജിസ്റ്റർ ചെയ്തത് 3821 കേസുകളാണ്. അതിൽ 3964 പേർ അറസ്റ്റിലുമായി. 180 കിലോ കഞ്ചാവാണ് ഈ 2 ആഴ്ച കൊണ്ട് പോലീസ് മാത്രം പിടികൂടിയത്. ഇന്നത്തെ സ്ഥിതിയും വ്യത്യസ്തമല്ല. കാസർകോട്ടും കോഴിക്കോട്ടും കൊച്ചിയിലും MDMA പിടികൂടി. കോഴിക്കോട് ഏലത്തൂരിലേത് വൻ ലഹരിമരുന്ന് വേട്ടയാണ്. മിഥുൻ രാജ്, നിജിൽ റിറ്റ്സ്, രാഹുൽ എന്നിവരിൽ നിന്ന് വാടക വീട്ടിൽ വെച്ച് കണ്ടെത്തിയത് 77.72 ഗ്രാം MDMA. വൈറ്റിലയിലും 23 ഗ്രാമിലധികം MDMA പിടികൂടി. ആലപ്പുഴ മണ്ണഞ്ചേരി സ്വദേശി ഷറഫുദ്ദീൻ ചക്കരപ്പറമ്പിൽ വെച്ചാണ് പിടിയിലായത്. കാസർകോട് കാഞ്ഞങ്ങാട് കാറിൽ കടത്തുകയായിരുന്ന MDMAയുമായി സഹോദരങ്ങളടക്കം 3 പേർ വലയിലായി. കാഞ്ഞങ്ങാട് ബാവാനഗറിലെ സുഹൈൽ, സഹോദരങ്ങളായ മുജീബ് റഹ്മാൻ, M മുഫീദ് എന്നിവരാണ് പിടിയിലായത്. കാസർകോട് ഇന്ന് കഞ്ചാവും പിടികൂടിയിട്ടുണ്ട്. സ്കൂട്ടറിൽ കടത്തുകയായിരുന്ന 4 കിലോ കഞ്ചാവുമായി മഞ്ചേശ്വരം ബംഭ്രാണ സ്വദേശി സുനിൽകുമാർ പിടിയിലായി. കാസർകോട് മാസ്തിക്കുണ്ടിൽ ലഹരി വിൽപ്പനയെക്കുറിച്ച് പോലീസിൽ വിവരം നൽകിയതിൽ വീട്ടിൽ കയറി ആക്രമണം നടത്തിയ കേസിൽ ഒരാൾ പിടിയിലായി. മാസ്തിക്കുണ്ട് സ്വദേശി മുഹമ്മദ് നയാസിനെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. ബലം പ്രയോഗിച്ച് എന്നെ വണ്ടി എടുക്കാൻ വെച്ചു. ഞാൻ പോകുന്ന വഴിക്ക് തന്നെയാണ് ആ വണ്ടിനുള്ളിൽ ഇരുന്ന 3 പേരും എൻ്റെ 2 ചെവിക്ക് അടിച്ചിട്ട് എൻ്റെ കണ്ണും മുഖമൊക്കെ അടിച്ച് പൊട്ടിച്ച്, കൈ കാലൊക്കെ പൊട്ടിച്ച്, എൻ്റെ ശരീരം നെങ്ങത്ത് കുത്തിയിട്ടുണ്ട്. പാലക്കാട് കൊല്ലങ്കോട് കഞ്ചാവ് കടത്താൻ വിസമ്മതിച്ച ഓട്ടോ ഡ്രൈവറെ ക്രൂരമായി മർദ്ദിച്ച കേസിൽ 3 പേർ പിടിയിലായി. ചന്ദ്രനഗർ സ്വദേശികളായ സ്മികേഷ്, ജിതിൻ, അനീഷ് എന്നിവരാണ് അബ്ബാസിനെ ഓട്ടത്തിന് വിളിച്ച് കഞ്ചാവ് കടത്താൻ നിർബന്ധിച്ചത്. എതിർത്തതോടെ മർദ്ദിക്കുകയായിരുന്നു. ഇതിലെ പ്രതികൾക്ക് സ്മികേഷ് എന്ന് പറയുന്ന ആൾക്ക് ആന്ധ്രയിലെ ഒരു 120 കിലോ കഞ്ചാവ് കേസിലെ പ്രതിയാണ്. ജിത്തു എന്ന് പറയുന്ന പയ്യന് നമ്മുടെ സ്റ്റേഷനിൽ തന്നെ 4 കിലോ കഞ്ചാവ് പിടിച്ച കേസിലെ പ്രതിയാണ്. അതുപോലെ തന്നെ കൊലപാതക ശ്രമം പോലെയുള്ള കേസുകളിലെല്ലാം തന്നെ പ്രതികളാണ് ഈ പിടിക്കപ്പെട്ടവരിൽ 2 പേര്. അതിനിടെ ഒമാനിൽ നിന്നുള്ള ലഹരിക്കടത്തിൽ കേന്ദ്ര ഏജൻസികളും പ്രാഥമിക പരിശോധന തുടങ്ങി. വിവരങ്ങൾ NIAയ്ക്കും NCBയ്ക്കും പോലീസ് കൈമാറിയിട്ടുണ്ട്. നല്ല ഇനം ലഹരി ഒമാനിൽ നിന്ന് കിട്ടുമെന്നാണ് കഴിഞ്ഞ ദിവസം കൊച്ചിയിൽ MDMAയുമായി അറസ്റ്റിലായ ആഷിഖിന്റെ മൊഴി. ന്യൂസ് ഡെസ്ക്, മാതൃഭൂമി ന്യൂസ്.